ഗൈസ് ഇന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആണ്, ഇന്നല്ല നാളെ. ഇന്ന് രാത്രി അപ്പന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡുക്കാട്ടി എടുത്തിട്ട് ലുലുവിലോട്ട് പോയി കുറച്ച് സാധനം മേടിച്ചിട്ട് വരാം. ഈ സൈക്കിളിൻ്റെ ഫ്രണ്ട് ഫോർക്കായാലും ശരി, ബാക്ക് സിംഗാമായാലും ശരി, സിംഗിൾ സൈഡാണ്, ഒറ്റ സൈഡ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഡുക്കാട്ടി ബൈക്സിലൊക്കെ കണ്ടുവരുന്നത് പോലെയാണ് ഇതിൽ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഡുക്കാട്ടി എന്ന് വിളിക്കുന്നത്. ഇവിടെ അടുത്തുള്ളൊരു ലുലു മാളിലേക്കാണ് ഞാൻ പോകുന്നത്. ലുലു മാളിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു സർപ്രൈസ് അവന് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇനി അകത്തേക്ക് കയറി നമുക്ക് വേണ്ടുന്ന സാധനം എന്തെങ്കിലും എടുക്കാം. ബഡ്ജറ്റ് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലും നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. മുമ്പ് വന്നപ്പോൾ തന്നെ ഞാൻ ഒരു ഷർട്ടും ഒരു ടീഷർട്ടും നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. കിട്ടി ഗൈസ്, നോക്കി വെച്ചിരുന്ന ഒരു ടീഷർട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇത് അവന് ഇഷ്ടപ്പെട്ടാണെന്ന് അവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എടുക്കാം. ഇനി ഒരു ഷർട്ടും കൂടെ വേണം, അതും കൂടി നോക്കാം. അന്ന് വന്നപ്പോൾ നോക്കി വെച്ചിരുന്നതാണെങ്കിലും ഇപ്പോൾ വന്നപ്പോൾ അത് എവിടെയായിരുന്നു കണ്ടതെന്നുള്ള കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ. നാട്ടിൽ ലീവിന് മുമ്പ് വാങ്ങണം എന്ന് പറഞ്ഞൊരു ഷർട്ടാണ് ഈ വൈറ്റ് ഷർട്ട്. ഇത് തന്നെ അവന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് എടുത്ത് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ്റെ സൈസിനൊത്തൊരു സാധനം നോക്കി എടുക്കട്ടെ. കിട്ടി. ഇത് തന്നെയാണ് അവന് പറ്റിയ സൈസ്. അപ്പോൾ ഇത് തന്നെ എടുത്തേക്കാം. രണ്ടും അവന് ഇഷ്ടപ്പെട്ടത് തന്നെ എടുത്തിട്ടുണ്ട്. എന്തായാലും അവനതുകൊണ്ട് ഒട്ടും നിരാശനാവില്ലെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇനി ഒരു ചെറിയ കേക്ക് കൂടി വേണം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. കേക്ക് താഴെ പോകണം. ഇനി താഴേക്ക് പോയിട്ട് അതുകൂടെ നോക്കാം. ഒരുപാട് കേക്ക് ഇരിപ്പുണ്ട്. എന്തായാലും എനിക്ക് എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് ചെറിയൊരു കേക്ക് വാങ്ങാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സാലറിയൊക്കെ വന്നത് നാട്ടിലയച്ച കാരണം കയ്യിലധികം പൈസയൊന്നുമില്ല. എന്തായാലും നോക്കട്ടെ, നല്ലൊരെണ്ണം തന്നെ വാങ്ങാം. ചെറുതാണെങ്കിലും ഇത് കൊള്ളാൻ തോന്നുന്നു. എടുക്കുന്നത് ആ കേക്കാണെങ്കിലും എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള കേക്കൊക്കെ ഒന്ന് കാണാം. അങ്ങനെ കേക്കും ഷർട്ടും ടീഷർട്ടൊക്കെ വാങ്ങിയിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഡുക്കാട്ടി ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. എന്തായാലും ഇനി ഡുക്കാട്ടി എടുത്ത് തിരിച്ച് റൂമിലേക്ക് പോകാം. പോയി അവന് സർപ്രൈസ് കൊടുക്കാം. അവൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. റൂമിലെത്തി. അവൻ കാണാതെ തന്നെ ഈ കേക്കും ടീഷർട്ടും ഷർട്ടെല്ലാം ഞാൻ ആദ്യമേ തന്നെ ബാക്ക് ഡോറിലൂടെ റൂമിനകത്ത് കയറ്റിയിരുന്നു. ഡുക്കാട്ടിയിൽ വന്നപ്പോൾ കേക്ക് ചെറുതായിട്ടൊന്ന് കുലുങ്ങി. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പിയൊക്കെ അങ്ങ് മാഞ്ഞു പോയി. കേക്കിൽ എഴുതിയിരുന്ന ഹാപ്പി മാഞ്ഞു പോയെങ്കിലും അവന് വളരെ ഹാപ്പിയായിരുന്നു. ഞാൻ അതിനേക്കാൾ വളരെ ഹാപ്പിയാണ്. എന്നെക്കൊണ്ട് പറ്റിയ രീതിയിൽ ചെറിയൊരു സർപ്രൈസ് ആണെങ്കിലും അവന് കൊടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. അവൻ്റെ ലൈഫിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതെന്ന് അവനോട് പറഞ്ഞു. അത് കേട്ടപ്പം ഞാൻ വളരെ ഹാപ്പിയായി. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരാളുടെ സന്തോഷത്തിന് അധികം പൈസയൊന്നും വേണ്ട. അധികം പൈസയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഹാപ്പിയാക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം. ഞാൻ കൊണ്ടുവന്നത് അധികം വിലയുള്ള സാധനങ്ങളൊന്നും അല്ല. പക്ഷേ അവൻ്റെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ അധികം പൈസയൊന്നും ഇല്ലെങ്കിലും നമുക്കൊരാളെ ഹാപ്പിയാക്കാൻ പറ്റും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. ഈ വീഡിയോയിൽ അങ്ങനെ പ്രത്യേകിച്ച് എന്തുണ്ടെന്ന് ചോദിച്ചാൽ 1-2 പേരുടെ സന്തോഷമുണ്ട്.
അതുകൊണ്ട് ഞാനും ഹാപ്പിയാണ്. എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.